ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദീപാവലി സ്പെഷ്യൽ ഒരു റെസിപ്പി ആയിട്ടാണ്. ദീപാവലിക്ക് അധികം ചിലവൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ സ്വീറ്റ്സ് തയ്യാറാക്കി എടുക്കാം. വെറും 3 ചേരുവകൾ മാത്രം മതി. നല്ല എളുപ്പമാണ്, അധികം സമയവും വേണ്ട, നല്ല ഹെൽത്തിയും ആണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് 1 കപ്പ് കപ്പലണ്ടിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കപ്പ് 240 ml ആണ്. ഇത് വറുത്ത കപ്പലണ്ടിയാണ്. നമുക്കിതിൻ്റെ തോല് കളഞ്ഞെടുക്കണം. പച്ച കപ്പലണ്ടി ആണെങ്കിൽ നിങ്ങൾ വറുത്തെടുക്കണം കേട്ടോ. ഉപ്പൊന്നും ഇല്ലാതെ വറുത്തെടുത്ത കപ്പലണ്ടിയാണ്, നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കപ്പലണ്ടി. ഇനി തോല് കളഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് കൈ കൊണ്ട് ഇതുപോലൊന്ന് ഞെരടി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കപ്പലണ്ടിയുടെ തോല് കളഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ കുറേ ആക്കിയതിന് ശേഷം ഒന്ന് ഊതി കൊടുക്കുക കേട്ടോ. അപ്പോൾ തോല് പറന്നു പോവും. മുറത്തിലിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തോല് കളഞ്ഞെടുക്കാം. പാറ്റി കളഞ്ഞാൽ മതി, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഊതി കൊടുത്താൽ മതി, തോലൊക്കെ പറന്നു പോയിക്കോളും. അപ്പോൾ കപ്പലണ്ടിയുടെ തോലെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് നല്ല ചൂടുള്ള പാലൊഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ചേരുവകളെല്ലാം ഒരേ കപ്പിൽ തന്നെ അളന്നെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ കപ്പലണ്ടി നന്നായിട്ടൊന്ന് കുതിർന്ന് വരും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് അരച്ചെടുക്കണം. കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ ചെറിയ ജാറിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്, എന്നാലേ പെട്ടെന്ന് അരഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ വെള്ളം വേണമെന്ന് തോന്നും. അങ്ങനെയാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. വെള്ളം കൂടി പോവരുത്, നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കണം. എല്ലാ കപ്പലണ്ടിയും അരഞ്ഞ് കിട്ടുകയും വേണം. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ വലിയ ജാറിലിട്ടിട്ട് പെട്ടെന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അരച്ചെടുക്കുക. നല്ല തിക്കായിട്ടിരിക്കണം. ഇനി ചുവട് കെട്ടിയുള്ള പാത്രം എടുക്കുക. നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തീ ഇപ്പോൾ മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. പഞ്ചസാര പാനി കാച്ചി എടുക്കുക. പഞ്ചസാര എല്ലാം അലിഞ്ഞിട്ട് വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്കിതൊന്ന് തിക്കായി വരുന്ന വരെ ചൂടാക്കി എടുക്കണം. നമുക്ക് ഒരു നൂൽ പരുവമാണ് ആക്കി എടുക്കേണ്ടത്. തിക്കായി വരുമ്പോൾ കുറച്ചെടുത്ത് 2 വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ ഒരു നൂല് പോലെ ആകുന്ന വരെ നമ്മൾ ചൂടാക്കി എടുക്കണം. കുറച്ച് സമയം എടുക്കും കേട്ടോ. ഒരു 5-10 മിനിറ്റ് എടുക്കും അങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, നൂല് പോലെ നിൽക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് അരച്ചെടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ കപ്പലണ്ടി അരച്ചത് ചേർക്കുമ്പോൾ കുറേ കൂടെ സമയം എടുക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം എല്ലാം വറ്റിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഉള്ള വെള്ളമൊക്കെ കംപ്ലീറ്റ് മാറിയിട്ട് പാനിൽ നിന്നൊന്ന് വിട്ട് വരുന്ന പരുവമാവണം. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ നല്ല തിക്കായിട്ട് പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂട് മാറി കിട്ടും. ചെറുതായിട്ടൊന്ന് ചൂട് മാറി കഴിയുമ്പോഴേക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. അതിന് ശേഷം ചെറിയ ഉരുളകളാക്കി ഇതാ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് ദീപാവലി സ്വീറ്റ്സ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അധികം ചേരുവകളും വേണ്ട, അധികം ചിലവേറിയ ചേരുവകളും ഇല്ല. വളരെ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ദീപാവലി സ്വീറ്റ്സ് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ഒരു ദിവസമൊക്കെ കേടാകാതെ പുറത്തിരിക്കും. അത് കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരാഴ്ച വരെയൊക്കെ കേടാകാതിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയുമാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്വീറ്റ്സാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.